ആരും കടന്നു പോകാത്ത വേദനാജനകമായ വിഷയങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എന്നെക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമോ ദൈവമേ എന്ന് ദൈവത്തോട് പരിതപിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. കടലിൽ നിന്ന് രക്ഷപ്പെട്ട് മെലീത്തയുടെ മണ്ണിലെത്തുന്ന 276 പേർക്കുണ്ടാകുന്നൊരനുഭവം. മഴയും ശീതവും നിമിത്തം 276 പേരെയും മെലീത്തയിലെ ബർബരന്മാർ കൈക്കൊള്ളുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അവരവിടെ കൈക്കൊള്ളാൻ സാധ്യതയില്ലാത്തവരാ, അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരാ, ഭാഷ അറിയാത്തവരാ. ആമേൻ. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാ. പക്ഷേ അസാധാരണമായ ദയ അവർ കാണിച്ചു. ആര് നിമിത്തമായിരിക്കും? പൗലോസ് നിമിത്തം, പൗലോസിൻ്റെ ദൈവനിമിത്തം. അതേ കുഞ്ഞെ, നീ അറിയാത്ത ചില ഇടങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ, അറിയാത്ത ചില സ്ഥലങ്ങളിൽ നീ ആയിരിക്കുമ്പോൾ, ഒരു ദൈവ ഫേവർ നിൻ്റെ മേൽ വീണ് അവിടെ ഉള്ളവരിൽ നിന്ന് ഒരു ദൈവിക ദയ ദൈവം നിനക്ക് തരാനായിട്ട് പോവുകയാണ്. നമ്പർ 1. നമ്പർ 2, ഹല്ലേലൂയ, മറഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾ, മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, നിന്നെ അത് ഫോക്കസ് ചെയ്ത് വരും, നിന്നെ ഫോളോ ചെയ്തു വരും. എന്തിനാ? നിന്നെ മറച്ചു കളയാം, നിന്നെ ഇല്ലായ്മ ചെയ്യാം, നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയാം. പക്ഷെങ്കിൽ ആത്മസംയമനത്തോടെ വേണം ആ കാര്യത്തെ നീ നേരിടാൻ. ദൈവം തരുന്ന ഗൈഡൻസോടുകൂടെ. നോക്കിയേ, അണലി ചൂട് നിമിത്തം പൗലോസിൻ്റെ കയ്യെ കയറിപ്പറ്റി, ചൂട് നിമിത്തം. ആമേ. പക്ഷെ അവിടെ വചനം വായിക്കുന്നു, അവനും ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, തീയിൽ കുടഞ്ഞു കളഞ്ഞു. വിശ്വസിക്കാമോ? ചിലത് നിന്റെ നേരെ വരുന്നത് ഒന്ന് കുടയാൻ വേണ്ടിയാ കേട്ടോ. തീക്കകത്തോട്ടൊന്ന് കുടയാൻ വേണ്ടി, തീക്കകത്തോട്ടൊന്ന് കുടയാൻ വേണ്ടി. വിശ്വസിക്കണം, ദൈവാലോചന ഏറ്റെടുക്കണം. ദോഷമൊന്നും പറ്റത്തില്ല. നിന്റെ കയ്യെ പറ്റുന്നത് കാണുമ്പോൾ അവർ പറയും, കണ്ടോ കൊലപാതകനാ, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. രക്ഷപ്പെട്ടിട്ടും നമ്മുടെ ആളിവനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷേ വചനം വായിക്കുന്ന അടുത്ത വാക്യം, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. യെസ്, ചിലത് നിന്റെ നേരെ വരുന്നത് നിന്റെ ഉദരത്തെ വീർപ്പിക്കാനാണ്, നിന്റെ ജീവനെ പെട്ടെന്ന് അപായപ്പെടുത്താനാണ്. പക്ഷേ ആത്മാവിൻ്റെ തീ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, കത്തുന്ന തീ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, അതിനകത്തോട്ട് നീ അതിനങ്ങ് കുടഞ്ഞാൽ മതി, ദോഷമൊന്നും പറ്റത്തില്ല. അവിടെ മനസ്സ് മാറുന്നൊരു ദൈവപ്രവൃത്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇപ്പം വീർക്കും, ചത്ത് വീഴും, നമുക്ക് കാണാം എന്ന് പറഞ്ഞു നിന്ന സ്ഥാനത്ത് വളരെ നേരം കാത്തിട്ടും, നിങ്ങളതൊന്ന് കണ്ടേ, ഒരു അണലി കയ്യെ കടിക്കുക, ചുറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആധുനിക കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ സീരിയസ്നെസ് എത്ര വലുതാണ്. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഹല്ലേലൂയ, അവൻ്റെ ഉദരം വീർക്കും, ചത്ത് വീഴും എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അവൻ്റെ മനസ്സ് മാറുകയാണ്, അവിടെയുള്ള ആൾക്കാരുടെ മനസ്സ് മാറുകയാണ്. കാരണം ഇവൻ സാധാരണക്കാരനല്ല. ഉദരത്തെ വീർപ്പിക്കുന്ന, പെട്ടെന്ന് നമ്മളെ ചത്ത് വീഴുമാറാക്കുന്ന ഈ അണലിയെ അവൻ കുടഞ്ഞു. ഇനി ഒന്നും അവന് പറ്റിയില്ല. അതുകൊണ്ട് ഇവൻ്റെ കൂടെ നമുക്ക് കൂടാം, ഇവൻ്റെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഉണ്ടോ? പൗലോസിന് സുവിശേഷം അറിയിക്കുവാനും സാക്ഷ്യം പറയാനുമുള്ള ഒരവസരമായിട്ടത് മാറി, മുഖാന്തരമായിട്ടത് മാറി. അതെ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന തിക്താനുഭവം കുഞ്ഞെ സാക്ഷ്യം പറയാനും സുവിശേഷം അറിയിപ്പാനുള്ളൊരു മുഖാന്തരമാക്കി ദൈവം മാറ്റാൻ പോകാം. ആ ദൈവകരങ്ങൾ പിന്നെയും ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി കൊണ്ടുവരണമേ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ,
എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് പരാതിയും പരിഭവവും പെടുന്നവരുണ്ട് കർത്താവെ. എന്നാൽ വന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയാനാണെന്നും ചിലരെ കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കാനാണെന്നും ഈ സന്ദേശത്തിലൂടെ അവിടെ തെളിയിച്ചു കൊടുത്തതിനായിട്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായിട്ടും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര വിടുതലുകൾ കൊണ്ടുവരും കേട്ടോ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.